പടച്ചറബ്ബ് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. വളരെ സൂക്ഷ്മത വേണം. നിരന്തരമായി ഭക്ഷണം കഴിക്കാതെ തളർന്നുപോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കാത്തിരുന്നിട്ട് കിട്ടിയത് ഒരു ഗ്ലാസ് പാലാണ്. അടിമയായ സ്ത്രീ കൊണ്ടുവന്ന് കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശപ്പിന്റെ കാഠിന്യം കൊണ്ടതങ്ങോട്ട് കുടിച്ചുപോയപ്പോൾ ആ സഹോദരിയോട് പെട്ടെന്ന് കുടിച്ചിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, പെണ്ണെ നിനക്ക് എവിടുന്നാണ് ഈ പാല് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയുന്നു, തങ്ങളെ ഞാൻ വരുന്ന വഴിയിൽ ഒരു ജോത്സ്യനെ കണ്ടിരുന്നു. മന്ത്രവാദിയാരെ ജോത്സ്യപ്പണി നടത്തുന്ന, മാരണം പണി നടത്തുന്നവന്റെ കയ്യിൽ നിന്ന് അയാൾക്ക് കിട്ടിയ പണം കൊണ്ട് അയാൾ വാങ്ങി വെച്ചിരുന്ന പാലിന്റെ ഒരു ഭാഗമാണ് എനിക്ക് തന്നതെന്ന് പറഞ്ഞപ്പോ തന്റെ വലത്തെ കൈ വാക്യകത്തേക്ക് കടത്തിവിട്ടിട്ട് കുടിച്ച പാല് മുഴുവനും ഛർദ്ദിച്ചു കളഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ പാലിന്റെ ഒരംശമെങ്ങാനും തന്റെ വയറ്റിന്റെ ഉള്ളിലുണ്ടോ എന്ന് സംശയിച്ചിട്ട് രക്തം പുറത്തു വരുന്നത് വരെ ഛർദ്ദിച്ചു കളഞ്ഞു എന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അന്ത ഫിൽ ജന്ന, നീ സ്വർഗ്ഗത്തിലാണ് അബൂബക്കറേ. നിന്റെ ഈമാനും നിന്റെ സ്വതക്കയും നിന്റെ തഖ്വയും നിന്റെ പ്രവർത്തനങ്ങളും നിന്റെ മുന്നേറ്റവും കാണുമ്പോ നിനക്ക് സ്വർഗ്ഗം ഉറപ്പാണെന്ന് റസൂൽ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വേണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് സ്വർഗ്ഗം തരാമെന്ന് പറഞ്ഞതല്ലേ, എനിക്കാണ് സ്വർഗ്ഗമെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വീട്ടിൽ പോയി സുഖലോലുവനായി കിടന്നുറങ്ങാമായിരുന്നു. ഉറങ്ങിയില്ല. ആരംഭ റസൂൽ കളവ് പറയൂലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ എന്തെങ്കിലും പറഞ്ഞാൽ ഇത് സംഭവിക്കുമല്ലോ. നിനക്ക് സ്വർഗമാണെന്ന് റസൂൽ നാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു സ്വർഗം കൊടുക്കുമല്ലോ. അല്ലാഹു അറിയിച്ചു കൊടുത്തത് കൊണ്ടല്ലേ മുത്ത റസൂൽ പറഞ്ഞത്. പക്ഷേ ആ വാക്ക് കേട്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സന്തോഷമൊന്നും വന്നില്ല. രാത്രി വീട്ടിൽ പോയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു. ഓരോ രാത്രിയിലും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ബൈത്ത് പാടുമായിരുന്നു. ആ ബൈത്ത് കല്ലൂരാവിയിൽ വന്ന സഹോദരങ്ങളും മനപ്പാടമാക്കിയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലിയാൽ ആ ബൈത്ത് ചൊല്ലുന്നവരെ പോലും നരകത്തിന് പേടിയാകുമെന്നാണ് പ്രിയപ്പെട്ടവരെ സൂഫിയാക്ക് കിതാബിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അത്രത്തോളം സങ്കടം നിറഞ്ഞ വരികളാണ്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി. അല്ലാഹുവേ, പാതിരാവിന്റെ യാമത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാനോട് പറയുകയാണ്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ. അല്ലാഹുവേ, സുഗന്ധമുള്ള ഇളം തന്നലുള്ള തോട്ടങ്ങളുള്ള കൊട്ടാരമുള്ള ഹുറീങ്ങളുള്ള ഇന്ന് വരെ ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത സ്വർഗമുണ്ടല്ലോ പടച്ചവനെ. ഈ പാവപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് അതിന് യോഗ്യതയുള്ളവനല്ല, സ്വർഗത്തിൽ കടക്കാനുള്ള യോഗ്യതയില്ല. വലാ ഖുവാ അലാ നാരിൽ ജഹീമി. എനിക്ക് പേടിയാണ് റബ്ബേ, ആളിക്കത്തുന്ന നരകത്തിന്റെ ഒരംശം താങ്ങാനുള്ള കഴിവ് ഈ മെലിഞ്ഞുണങ്ങിപ്പോയ അബൂബക്കറിന്റെ ശരീരത്തിനില്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് രാത്രി കരയുമായിരുന്നു. എന്റെ കല്ലൂരാവിയിൽ വന്ന പെങ്ങളെ, ഈ രണ്ടുവരി ബൈത്ത് നിനക്ക് കാണാതെ പഠിച്ചൂടെ? എത്രയോ പാട്ടുകൾ നിനക്കറിയാം, എത്രയോ കഥകൾ നിനക്കറിയാം, എത്രയോ സിനിമാ പാട്ട് നാവിൻ തുമ്പിലിട്ട് രസത്തിന് വേണ്ടി മൂളിക്കൊണ്ട് നടക്കുന്ന കല്ലൂരാവിയിലെ ചെറുപ്പക്കാരാ, ഇന്ന് മുതൽ രാത്രിയും പകലും നിന്റെ നാവിൻ തുമ്പിൽ തപ്പിക്കളിക്കാനുള്ളത് ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ. പടച്ചവരെ, നിന്റെ സ്വർഗത്തിന് യോഗ്യതയില്ലാത്ത പാപിയാണ് ഞാൻ. ഇത് നീ പറയണം ചെറുപ്പക്കാരാ. അത് പറയുമ്പോഴേ നിന്റെ മുടി വൃത്തിയാകൂ, നിന്റെ താടി വൃത്തിയാകൂ, നിന്റെ വസ്ത്രം വൃത്തിയാകൂ. പെങ്ങളെ, നിന്റെ ശരീരവും നിന്റെ വസ്ത്രവും നിന്റെ ഈമാനും ശുദ്ധിയാവൂ. ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാണ്.